സർപ്പക്കാവിനടുത്തുള്ള കുളത്തിനരികിലെ ചിത്രരൂപങ്ങൾ കണ്ടപ്പോഴാണ് അവൾ പല സിനിമകളും ഓർത്തുപോയത്. പല സിനിമകളിലും കണ്ടുവരുന്ന ഒരു നിഗൂഢത ഈ പരിസരങ്ങളിലും ആ ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി. ഐഷു, ഐഷു, എടി ഐഷു! പെട്ടെന്നാണ് ശ്രീയുടെ വിളി കേട്ട് ഐശ്വര്യ തിരിഞ്ഞു നോക്കിയത്. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇത്തരം ആചാരങ്ങൾ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന ചിന്തയായിരുന്നു നഗരത്തിൽ ജനിച്ചു വളർന്ന ഐശ്വര്യയുടെ മനസ്സിൽ. അവൾ കൂട്ടുകാരിയോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. ശ്രീധന്യ വഴിയിലുടനീളം തൻ്റെ ഗ്രാമത്തെക്കുറിച്ചും ഗ്രാമത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശിവക്കാവിനെയും അതിലെ ആചാരങ്ങളെയും കുറിച്ച് ഐശ്വര്യക്ക് പറഞ്ഞു കൊടുത്തു. ശ്രീ പറയുന്നതനുസരിച്ച് താനിതുവരെ കാണാത്ത കാഴ്ചകളും ആചാരപ്രക്രിയകളും ഐശ്വര്യ അപ്പോൾ തൻ്റെ മനസ്സിൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എന്തൊക്കെയാവും കഥ എന്ന് നമുക്ക് നാളെ കാണാം. നഗരത്തിൽ ജനിച്ചു വളർന്ന ഐശ്വര്യക്ക് ഇനി എന്തൊക്കെ അത്ഭുതങ്ങൾ ശ്രീധന്യയുടെ നാട്ടിൽ കാണേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം.